ശ്രദ്ധിക്കുക. ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഞങ്ങൾ വിശുദ്ധമായ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നബിദിനാഘോഷത്തിന് തെളിവ് പറയുമ്പോൾ അതിന് ഇവർ പറയണെന്താ? വിഷയാവതരണത്തിലും പറഞ്ഞത് അത് സ്വഹാബത്തിന് പരിചയമല്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നാണ്. എന്നാൽ ഇവർ തന്നെ നിങ്ങളുടെ നേതാക്കൾ കേരള ജംഇയ്യത്തുൽ ഉലമയെ നിങ്ങൾ ഉണ്ടാക്കിയത് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കൊണ്ടാണ്. ആയത്തിനാണ് തെളിവ്. ഏതാ? വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് എന്ന ആയത്ത് ഓതിയിട്ട് ഇവര് നമ്മൾ ഓതുമ്പോ പറയും ഫല്യഫറഹു, അത് അംറല്ലേ, അത് വുജൂബിനല്ലേ എന്നൊക്കെയാണ് ഇവർ പരിഹസിക്കാറുള്ളത്. ഇനി നോക്കുക, ഈ ആയത്ത് തെളിവാക്കിയാണ് എന്ന് നിങ്ങൾ സംഘടന രൂപീകരിച്ചത് എന്ന് നിങ്ങളുടെ അൽമനാറു തന്നെ തെളിയിക്കുകയാണ്. നിങ്ങളുടെ അൽമനാറിൽ വളരെ കൃത്യമായി അതിന്റെ ഒറിജിനൽ കോപ്പി അവിടെ ഞങ്ങളെ കയ്യിലുണ്ട്. നിങ്ങളുടെ അൽമനാറിൽ വളരെ കൃത്യമായി ഈ ആയത്ത് ഓതിയിട്ടാണ് ഇവർ സംഘടനയുണ്ടാക്കാനുള്ള തെളിവ് പറഞ്ഞത്. ഇത് ഏത് സ്വഹാബി പറഞ്ഞു? ഇത് താബിഈങ്ങൾ പറഞ്ഞോ? അപ്പൊ അതൊന്നും ഇവിടുത്തെ തർക്ക വിഷയം. ഏതായിരുന്നാലും ഇപ്പൊ മര്യാദക്ക് ചോദ്യം കൂടില്ല. ഏറ്റവും ചുരുങ്ങിയത് ആദ്യത്തെ 3-4 ചോദ്യമെങ്കിലും വിഷയത്തിൽ ഒന്ന് ചോദിക്കുന്ന വിചാരിച്ച് പ്രതീക്ഷിക്കാൻ വകുപ്പില്ല. കാരണം കമ്പനി വന്നപ്പോൾ ചോദ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ചോദിച്ച മനുഷ്യന്മാരും കാണുന്നില്ല, അവിടെ ചോദിച്ചാൽ അവിടെ കാണുന്നില്ല എന്നത്. ഏതായിരുന്നാലും നമുക്കവിടെ വിഷയം നബിദിനാഘോഷമാണ്. ഞങ്ങളുടെ വാദം കൃത്യമായി എഴുതി. പ്രമാണങ്ങളെ പിൻബലമില്ല, ആയത്തിന് തെളിവില്ല, ഹദീസിൽ തെളിവില്ല, സ്വഹാബത്തിനോ താബികൾക്കോ തമിഴ് താബികൾക്കോ മദ്ഹബിന്റെ ഇമാമുകൾക്ക് പോലുമോ പരിചയമില്ല. അത്രയും ഭാഗത്ത് നമ്മൾ ഇത്തിഫാക്കാണല്ലോ. നിങ്ങൾ തർക്കമില്ലല്ലോ, നിങ്ങൾ ഇതുവരെ സ്ഥാപിക്കാൻ ശ്രമിച്ചില്ലല്ലോ ഇവിടെ ചെയ്തു എന്നുള്ളത്. പിന്നെന്താ? അവിടെ ചെയ്തില്ലെങ്കിലും നല്ല കാര്യമാണ്. അത് മോശം എന്ന് പറഞ്ഞത് ബിദ്അത്തിൽ ബിദ്അത്താണ് എന്നാണ്. അതവിടെ വെച്ചാൽ മതി. അതങ്ങനെ തന്നെ നിങ്ങൾ പറയും, അതങ്ങനെ തന്നെ പറയും. ഒരു ഇബാദത്ത് വിശുദ്ധ ഖുർആനിലില്ലാതെ, ഹദീസിലില്ലാതെ, നബിക്ക് പരിചയമില്ലാതെ, സ്വഹാബത്തിന് പരിചയമില്ലാതെ, താബിഈങ്ങൾക്ക് പരിചയമില്ലാതെ, അയിമത്തുൽ പരിചയമില്ലാതെ, നൂറ്റാണ്ടുകളായ മുസ്ലിമുകൾക്ക് പരിചയമില്ലാതെ പിന്നെ ഷിയാക്കൾക്ക് ആദ്യം പരിചയപ്പെടുക, ഷിയാക്കൾ കൊണ്ടുവരിക, പിന്നെ ഒരു മുല്ലാ ഉമർ കൊണ്ടുവരിക, പിന്നെ രാജാവ് കൊണ്ടുവരിക. എന്നിട്ട് പറയാം ഇത് ഓരോന്നും ചെയ്തിട്ടില്ലെങ്കിൽ നല്ലത് തന്നെയാണ്, അതിന് ആയത്തിൻ്റെ ഹദീസുണ്ട് എന്ന്. അത് ചേളാരി സമസ്താനത്ത് പറയാൻ പറ്റും, ഉമ്മത്തിനോട് പറയാൻ പറ്റൂല. അതുകൊണ്ട് മര്യാദയ്ക്ക് ചോദ്യം ചോദിക്ക്, അപ്പോൾ ശരിയായ ഉത്തരം പറഞ്ഞുതരാം. ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ചോദ്യം ആദ്യം വൈജ്ഞാനിക ചർച്ച എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഉസൂലുമ തൊട്ടപ്പോ പൊള്ളി. എന്തിനാ ആ ആയത്ത് ഞങ്ങൾ ഇവിടെ ഓതിയത്? നിങ്ങളുടെ അൽമനാറിൽ നിങ്ങൾ രേഖപ്പെടുത്തിയത് എന്താണ്? വൽതകുൻ ഉമ്മത്തുൻ എന്ന ആയത്ത് ഓതിയിട്ട് അത് സംഘടനയുണ്ടാക്കാൻ തെളിവാണ്. അത് സംഘടനയുണ്ടാക്കാൻ ആമായ ആ ആയത്തിന്റെ തഹ്തിലാണ് നിങ്ങൾ സംഘടനയുണ്ടാക്കാൻ അത് തെളിവ് പറഞ്ഞത്. നിയ്യത്ത് കൊണ്ട് ഇബാദത്താവുന്നല്ലേ ഇമാമുമാര് പറഞ്ഞത്? എവിടെ പോയി? ഇവിടെയാണ് നിങ്ങളുടെ വാദം. നിങ്ങൾ നോക്കണം. അപ്പോ സംഘടന ഉണ്ടാക്കാൻ സ്വഹാബത്തിന്റെ ആവശ്യമില്ല. നിങ്ങളെ ഈ 3-15 വാക്കിലൊക്കെ 18 അല്ലേ? വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ നോക്കണം, വളരെ കൃത്യമാണ്. നമ്മുടെ വാദത്തിൽ നിന്നും വിഷയാവതരണത്തിൽ നിന്നുമാണ് ചോദ്യം. വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവർ സംഘടനയുണ്ടാക്കിയത്. നിങ്ങളുടെ അൽമനാർ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ ചോദിക്കണില്ല ഇവിടെ സംഘടന ഉണ്ടാക്കലാണോ പ്രശ്നം? അല്ല. നിങ്ങൾ അതിനു വേണ്ടി പറഞ്ഞ ഉസൂൽ എന്താണ്? ആ ഉസൂലിനെ തൊട്ടപ്പോ നിങ്ങൾ വിഷയത്തിൽ നിന്ന് വഴുതി മാറി തെന്നി മാറാനുള്ള ശ്രമമാണ്. ഞങ്ങൾ അതിനനുവദിക്കുന്ന പ്രശ്നമില്ല, നിങ്ങൾ വിചാരിക്കണ്ട. ബഹുമാനപ്പെട്ട പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കൃത്യമായ ഉസൂലിൽ നിന്നാണ് ഞങ്ങൾ ചോദ്യം വന്നത്. പിടിച്ചു നിൽക്കാൻ കഴിയണില്ല. സംഘടന ഉണ്ടാക്കാൻ അപ്പോൾക്ക് തെളിവിന്റെ ആവശ്യമില്ല. വേണ്ട. നിങ്ങളുടെ AP അബ്ദുൽ ഖാദർ മൗലവി എന്താണ് എഴുതി വെച്ചത്? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നോ സ്വഹാബാക്കളിൽ നിന്നോ അംഗീകൃതമായി വന്നിട്ടില്ലാത്ത രൂപമോ സമയക്രമമോ നിശ്ചയിക്കുന്നത് സ്വീകാര്യമല്ല. പറ്റൂല എന്നാ പറഞ്ഞത്. സംഘടനക്ക് നിങ്ങൾക്ക് വേറെ തെളിവും
പിന്നെ നബിദിനത്തിന് വേറെ തെളിവും. ആമായ ആ ആയത്തിന്റെ തഹ്തിൽ നിങ്ങൾക്ക് സംഘടനയുണ്ടാക്കാൻ തെളിവ് കിട്ടുകയാണ്. അപ്പൊ നമുക്കത് പറ്റൂല, നിങ്ങൾക്കത് പറ്റും. ഇത് എവിടുത്തന്നെയായ വളരെ കൃത്യമാണ്. വിഷയത്തിന്റെയും വാദത്തിൽ നിന്നുമാണ് ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിന് കൃത്യമായി പ്രതിരോധിക്കാൻ കഴിയാതിരിക്കുമ്പോ അപ്പൊ ദേഷ്യം വരിക. മര്യാദക്ക് ചോദ്യം ചോദിച്ചോന്നാ പറഞ്ഞത്. ചോദ്യം അകത്തറച്ചിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് അത്ര ദേഷ്യത്തിൽ പറയുന്നത്. ഇനി നിങ്ങൾ നോക്കുക, ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം തർക്കത്തിന്റെ മർമ്മത്തിൽ നിന്നാണ് ഞങ്ങളുടെ ചോദ്യം വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപ്പിറവി ലോകത്തിന് അനുഗ്രഹമാണോ അല്ലേ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. നോക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം, തിരുപ്പിറവി ലോകത്തിന് അനുഗ്രഹമാണോ അല്ലേ? അത് നിങ്ങൾ പറഞ്ഞു കിട്ടിയാൽ മതി, ബാക്കി നമുക്ക് പറയാണ്ട്. ഒന്നുകൂടി ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപ്പിറവി ലോകത്തിന് അനുഗ്രഹമാണോ അല്ലേ? അപ്പൊ പറയും അത് വിഷയത്തിൽപ്പെട്ടതല്ല. അതാണ് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല ക്യാപ്സൂൾ. ഇത് ആദ്യം തന്നെ എഴുതി കൊണ്ടുവന്നാ തോന്നുന്നത്. അത് വിഷയത്തിൽപ്പെട്ടത്. മർമ്മത്തിൽ നിന്നാണ് ഞങ്ങളുടെ ചോദ്യം, തർക്കത്തിന്റെ മർമ്മത്തിൽ നിന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് വളരെ തന്ത്രപരമായി സ്കൈപ്പാവാനുള്ള ശ്രമമാണ്. അത് ഞങ്ങൾ അനുവദിക്കുകയില്ല. ഒന്നാമത്തെ ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി പറയൂ. അൽഹംദുലില്ലാ, ഒന്നാമത്തെ മറുപടി പറഞ്ഞു. ആ ആയത്ത് തെളിവാണ്, അത് ആമായ ദലീലാണ്, അത് മതി, അതിന് ഖാസാക്കേണ്ട കാര്യമില്ല. അത് സംഘടന ഇബാദത്തല്ല. തെളിവ് പറഞ്ഞു, മറുപടി പറഞ്ഞു. നിങ്ങൾ കേൾക്കാത്ത എന്താണ്? ഈ രണ്ടാമത്തെ മറുപടി, തിരുപ്പിറവി റഹ്മത്താണോ? റഹ്മത്താണ്, റഹ്മത്താണ്, സംശയമില്ല. നബി തങ്ങൾ പറഞ്ഞു, ഫീഹി യൗമ ഉലിത്തു, ഞാൻ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച നോമ്പ് നോറ്റോളിയുന്ന, അന്ന് ബിരിയാണി നോടുന്നല്ല പറഞ്ഞത്. അപ്പൊ അത് റഹ്മത്താണ്. പക്ഷെ അത് നിങ്ങൾ നിഅമത്തായി കൊണ്ടെടുക്കണം. അവിടെയാണ് പ്രശ്നം. അൽഹംദുലില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം ലോകത്തിന് അനുഗ്രഹമാണോ എന്ന ചോദ്യത്തിന് ആണ് എന്നാണ് മറുപടി പറഞ്ഞത്. എന്നാൽ ഞങ്ങൾ ഇതെന്തിനാ ചോദിച്ചതെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം ലോകത്തിന് അനുഗ്രഹമല്ല എന്ന വിധത്തിൽ നിങ്ങൾ എത്രയോ എഴുതി വെച്ചത്. നിങ്ങളുടെ 96 അൽമനാറിൽ അൽ ഇസ്ലാഹിൽ നിങ്ങൾ എഴുതി വെച്ച എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തെ തുലനപ്പെടുത്തിയത് നമുക്കൊരു പശുക്കുട്ടി ഉണ്ടായാൽ ആ ദിവസത്തിന്റെ പ്രത്യേകത പോലെ, നമ്മുടെ തെങ്ങിലൊരു തേങ്ങയുണ്ടായാൽ ആ ദിവസത്തിന്റെ പ്രത്യേകത പോലെ എന്ന്. നഊദു ബില്ലാഹ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിനെ ഇവർ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അതിനാ ഞങ്ങൾ ആ ചോദ്യം ചോദിച്ചത്. ഇതാ ഓരോ സംവാദം വരുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ മുൻഗാമികളെ തള്ളേണ്ടി വരും. അൽ ഇസ്ലാഹിനെ നിങ്ങൾ തള്ളിക്കളയുകയാണ് എന്ന് മാത്രമല്ല, നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കണം, വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിന് എങ്ങനെയാണ് നിങ്ങൾക്ക് സംഘടനയുണ്ടാക്കാൻ തെളിവാകുന്നത് എന്ന ചോദ്യത്തിന് അത് സംഘടനയല്ലേ എന്ന്. ഖസ്ദുകൊണ്ട് മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയാണ്. ഖസ്ദുകൊണ്ട് ഒരു കാര്യം ഇബാദത്താകുമെന്ന് ഇമാമുമാർ വ്യക്തമായി പറഞ്ഞതല്ലേ? അപ്പൊ നിങ്ങളെ സംഘടന ദീനുമായിട്ടൊരു ബന്ധമില്ല, നിങ്ങളെ സംഘടനക്ക് ആഖിറത്തിൽ പ്രതിഫലമില്ല. നിങ്ങൾ നോക്കണം, വിശുദ്ധമായ ഖുർആനിനെ മുൻനിർത്തിയിട്ടാണ് ഇവർ സംഘടനയുണ്ടാക്കിയത്. അവർക്ക് കൃത്യമായി തെളിവ് പറയാൻ കഴിയണില്ല. ആ തെളിവ് നമ്മൾ ഉദ്ധരിക്കുമ്പോൾ, നബിദിനാഘോഷത്തിന് പറയുമ്പോൾ സ്വഹാബി ചെയ്യണം, താബീങ്ങളെ കിട്ടണം, ഇമാമുമാര് പറയണം, ഇമാമുമാര് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാ പറയാനുള്ളത്. അതേ സമയത്ത് നിങ്ങളുടെ ഒരു വിഷയം വന്നപ്പോ നിങ്ങൾക്ക് ആ വിഷയത്തിന് കൃത്യമായ മറുപടി പറയാൻ കഴിയാത്ത വിധം നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യരാവുകയാണ്. ഇനി ശ്രദ്ധിക്കുക, അടുത്ത ചോദ്യം
നിങ്ങളിതിങ്ങനെ ഓരോന്ന് പറഞ്ഞു കിട്ടുകയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇപ്പൊ കണ്ടോ, നബിദിനാഘോഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം റഹ്മത്തല്ല എന്ന് പറയുന്ന വിധത്തിലുള്ള, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തെ നിസാരപ്പെടുത്തുന്ന പശുക്കുട്ടിയോട് എന്ന് പോലും നബി തങ്ങളെ പരിചയപ്പെടുത്തുന്നത് എത്രമേൽ അപകടകരമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. നബിദിനാഘോഷ വിഷയത്തിൽ നിങ്ങൾക്ക് പല പരിണാമങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ, ഇങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന ന്യായീകരണങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. നബിദിന ആഘോഷം തന്നെ ശിർക്കാണെന്ന നിങ്ങളുടെ വാദം ഏതെങ്കിലും ഖുർആൻ ആയത്തുകൊണ്ട് തെളിയിക്കാമോ? എങ്ങനെ നബിദിനാഘോഷം ശിർക്കാണ് എന്ന, നബിദിനാഘോഷം തന്നെ ശിർക്കാണ് എന്ന നിങ്ങളുടെ വാദം ഏതെങ്കിലും വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൊണ്ട് തെളിയിക്കാമോ എന്നാണ് ചോദ്യം. ഞാൻ വിശ്വസിപ്പെട്ടതല്ല എന്ന് പറയോ? നബിദിനാഘോഷം ശിർക്കാണ് എന്ന നിങ്ങളുടെ വാദം, അത് സ്ഥാപിക്കാൻ വിശുദ്ധമായ ഖുർആനിന്റെ ഏത് ആയത്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നോക്കണം, AP അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹം പറഞ്ഞെന്താ, സംഘടന എന്നുള്ളതല്ല, ഒരു രൂപവും പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നോ സ്വഹാബാക്കളിൽ നിന്നോ കൃത്യമായി വന്നിട്ടില്ലാത്ത രൂപമോ സമയക്രമമോ സ്വീകാര്യമല്ല. അപ്പൊ നിങ്ങളെ സംഘടനയും സ്വീകാര്യമല്ല. മുജാഹിദ് പ്രസ്ഥാനം എവിടെയും എഴുതി വെച്ചിട്ടില്ല. നബിദിന ആഘോഷത്തിന് ഹുക്കം പറഞ്ഞപ്പോൾ ആ ആഘോഷം ഷിർക്കാകുന്നു എന്ന്. അങ്ങനെ ഒരു ഹുക്കം ഉണ്ടാവുക? ഷിർക്കിന് ഹുക്കമാണ്. ഹുക്കം 5 എണ്ണല്ലുള്ളൂ. ഷിർക്കിൻ്റെ ഹുക്കമ, ഷിർക്കിൻ്റെ ഹുക്കം ഹറാമല്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് ഇല്ലാത്ത വാദം നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങളായി ചോദ്യം ചോദിക്കുക, എളുപ്പമുണ്ടല്ലോ. എന്നാൽ പിന്നെ നിങ്ങൾ 2 ആയാൽ പോലെ. ഇവിടുത്തെ 2 വിഭാഗം വന്നിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങളെ വാദങ്ങൾ ഉണ്ടാക്കുക, നിങ്ങളായി ചോദ്യം ചോദിക്കുക, ആ ഉത്തരം പറഞ്ഞാന്ന് പറയാം. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം നിരുപാധികം നബിദിനാഘോഷം എന്ന ആ ആഘോഷം ഒരു ആഘോഷം എന്ന നിലക്ക് അത് ശിർക്കാകുന്നു എന്ന് എഴുതി വെച്ചിട്ടില്ല. അതിൻ്റെ ഭാഗമായി പല കാരണങ്ങൾ ശിർക്ക് വന്നു ചേരുന്നുണ്ട്. അത് നമുക്ക് ആവശ്യം അപ്പോൾ പറയുകയും ചെയ്യാം. സംവാദത്തിന് വരുമ്പോൾ ചോദ്യത്തിന് മറുപടിയാണ് വേണ്ടത്. ചെറുവാടിയിൽ നിങ്ങൾ അങ്ങാടിയിൽ നടത്തിയ പ്രസംഗം അത് ആവർത്തിക്കാനാണെങ്കിൽ നമുക്കിവിടെ LCD പ്രദർശിപ്പിച്ചാൽ പോരെ? ഈ പറഞ്ഞത് പിന്നെ ആവർത്തിക്കണോ? ഇത് നാട്ടുകാരൊക്കെ കേട്ടതല്ലേ? ഞങ്ങളുടെ ചോദ്യത്തിനാണ് മറുപടി. ഈ സംവാദത്തെ നിങ്ങൾ പരിചയപ്പെടുത്തിയത് തന്നെ ഇതൊരു വൈജ്ഞാനിക സംവാദം എന്നാണ്. വൈജ്ഞാനിക സംവാദത്തിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ പഠിച്ചത് പറയലാണോ? നബിദിനാഘോഷത്തെ നിങ്ങൾ എതിർക്കുന്നതിന്റെ മർമ്മത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കൃത്യമായി ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ആ ചോദ്യങ്ങൾക്ക് മറുപടി വേണം. ആ ചോദ്യങ്ങളോട് മുഖം തിരിഞ്ഞിട്ട് കാര്യമില്ല, വിഷയം മാറ്റിയിട്ടും കാര്യമില്ല. അത് നിങ്ങളുടെ അനുയായികൾക്ക് മുമ്പിൽ ജാമിയത്തുൽ ഹിന്ദിൽ കുട്ടികളോട് പറയാ, സംവാദത്തിന്റെ വേദിയിൽ പറ്റൂല. അതിന് ഞങ്ങൾ ഈ ദിവസം മെനക്കെടുത്തി വന്നിട്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പിരിഞ്ഞുപോയ നാട്ടുകാരെ ചോദ്യം ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം മുതൽ ഓരോ ചോദ്യങ്ങൾ കൃത്യമായി ചോദിച്ചത് നിങ്ങൾ പറഞ്ഞതുപോലെ ഈ വിഷയത്തിന്റെ മർമ്മത്തിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. അത് എന്തുകൊണ്ടാണ്? ഇത് വൈജ്ഞാനിക സംവാദമായതുകൊണ്ടാണ്, വൈകാരിക സംവാദമല്ല. അവിടെ ന്യായവൈകല്യങ്ങളോ ഫാലസിയോ പറഞ്ഞുകൊണ്ട് ഉഹുലൂത്തിട്ടിട്ട് ആളുകളെ പഠിപ്പിക്കരുത്. കൃത്യമായി ഓരോ ചോദ്യങ്ങളും പറഞ്ഞു. നിങ്ങൾ ആയത്തോതിയിട്ട് നബിദിനം ആഘോഷിക്കരുത്, ആയത്തോതി നബിദിനം ആഘോഷിക്കരുത്. നാട്ടുകാരെ നിങ്ങളൊക്കെ കേട്ടിട്ടില്ല അങ്ങാടിയിൽ പ്രസംഗിക്കണത്, നബിദിനത്തിന് ആയത്തോതരുതേ. അവിടെയാ ചോദ്യം വന്നത്, സംഘടന ഉണ്ടാക്കാൻ എന്തുകൊണ്ടായത്തോതി? ആ ആയത്ത് ഇമാമുകൾ ആരും കണ്ടില്ലേ? അവർക്കാർക്കും അതിൽ നിന്ന് അങ്ങനെ ഒന്നും പഠിഞ്ഞില്ലേ? ചോദ്യം പ്രസക്തമാണ്. നബി തങ്ങളുടെ ജനനം അനുഗ്രഹമാണോ? ആ ചോദ്യം വെറുതെ വന്നതല്ല. നബിദിനാഘോഷത്തെ എതിർത്തുകൊണ്ട് നിങ്ങളുടെ ആചാര്യൻ റഷീദ് റളിയല്ലാഹു പോലും പറഞ്ഞു വെച്ചത് നബിദിനം ആഘോഷിക്കുന്നതിന്റെ എതിർപ്പ് എന്തുകൊണ്ടാണ്? ആ ജനനത്തിന് പുണ്യമില്ലാത്തത് കൊണ്ടാണ്, ജനനത്തിന് മഹത്വമില്ല. നിങ്ങളുടെ പുസ്തകങ്ങളിൽ പറഞ്ഞു. ബാക്കി പറയുന്ന നിങ്ങളുടെ വാക്സർത്തുകളൊക്കെ 2ാം ഭാഗമാണ്. നിങ്ങളുടെ അടിസ്ഥാനം നബി തങ്ങളുടെ ജനനത്തെ ഇകഴ്ത്തിക്കെട്ടലാണ്. അത് കേരളത്തിൽ പറഞ്ഞിട്ടുണ്ട്, റഷീദ് റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് പകർത്തിയിട്ടുണ്ട്. ഇസ്ലാമിക് മോഡേണിസത്തിന്റെ അടിസ്ഥാന വേരുകളാണത്. ആ വാദത്തിൽ നിന്നുകൊണ്ടാണ് ഈ തോന്നൽ വരുന്നത്. ആ തോന്നലിൽ നിന്നാണ് തെളിവ് അന്വേഷിച്ചത്. ആ തെളിവിൽ നിന്നാണ് പിന്നെ നിങ്ങൾ ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിയത്. അവിടെയാണ് ചോദ്യത്തിന്റെ മർമ്മം.
നബി തങ്ങളുടെ ജനനം അനുഗ്രഹമാണോ അല്ലേ? ആണോ അല്ലേ എന്ന ചോദ്യത്തിന് എന്താ പറഞ്ഞത്? ആണ്, അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ പോരാ. നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞു വെച്ചതിന് മറുപടി പറയേണ്ടി വരും. ഉത്തരമുണ്ടായില്ല. പിന്നെ നിങ്ങൾ നബിദിനാഘോഷം ശിർക്കാണ് എന്ന് പലതവണ പല ഘട്ടങ്ങളിലും പറഞ്ഞു. ആ ശിർക്കാണ് എന്ന് പറഞ്ഞതിന് ഒരു തെളിവും ഇവിടെ ഉന്നയിച്ചിട്ടില്ല. നിങ്ങൾ ശിർക്കാണെന്നതിന് നിങ്ങൾ തെളിവ് ഉന്നയിക്കുമ്പോ ആ വിശുദ്ധ ഖുർആനിൽ അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചു. അത് വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾക്ക് ജിന്നിനോടുള്ള സഹായ തേട്ടത്തിൽ വസീലത്തു ശിർക്കുണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് ഇസ്തംദാന്റെ ആയത്തോതാ. അപ്പൊ നിങ്ങളോട് ചോദ്യം ചോദിച്ചാൽ മറുപടി ഇല്ല. പക്ഷെ അവിടെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഈ നബിദിനാഘോഷം ശിർക്കാണ് എന്ന വാദത്തിൽ നിങ്ങൾക്ക് ആ പറയുന്ന വാദത്തിന് നിങ്ങൾക്ക് ഏതു തെളിവാണ് ഖുർആനിൽ നിന്ന് ഉന്നയിക്കാനുള്ളത്? നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത ചോദ്യം ഇവിടെ അവസാനിക്കുന്നത്, ഇവർ ശിർക്കാണ് എന്ന് പറഞ്ഞ കാര്യം വെറുതെയല്ല. ശിർക്കാണ് എന്ന് പറഞ്ഞ കാര്യം ഇവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബിദിനം ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടങ്ങൾ ഇല്ലത്ത് പറഞ്ഞത്. ശിർക്കാണെന്നത് ഹുക്മ് തന്നെയാണ്. അത് പറഞ്ഞിട്ടായി ഇല്ലത്ത് പറഞ്ഞത്. അതുകൊണ്ട് അതിന്റെ തെളിവ് നിങ്ങൾ പറയണം. ഞാൻ ഉത്തരം പറഞ്ഞ പരാതി. ചോദ്യം ചോദിക്കണ്ടേ? ചോദിച്ചെങ്കിൽ ഉത്തരം പറഞ്ഞ. ആകെ 3 ചോദിച്ചാലും 3 അപ്പൊക്കെ ഉത്തരം പറഞ്ഞു. ഇപ്പൊ ചോദ്യം ഇല്ല. ഇപ്പൊ 4ാമത്തെ ചോദ്യം ഇല്ല. ഇപ്പൊ ഞാൻ എന്താ കാട്ടുക? ഞാൻ പ്രസംഗിക്കില്ല എന്ന് എന്താ കാട്ടുക? ചോദിച്ചെങ്കിൽ ഉത്തരം പറയാ. ആദ്യം ചോദിച്ചു സംഘടന ഉണ്ടാക്കിയ ഞാൻ പറഞ്ഞു, നബി ജനിച്ചത് റഹ്മത്താണ് എന്ന് പറഞ്ഞു. അതേപോലെ നിങ്ങൾ 3 ചോദ്യം ചോദിച്ചു, 3 കൃത്യമായി മറുപടിയും പറഞ്ഞു. അപ്പൊ 4ാമത് ചോദിച്ചിട്ടില്ല. നിങ്ങൾ നിർബന്ധമില്ലെങ്കിൽ ഇടങ്ങാറാക്കണമെന്നില്ല, ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. ഉണ്ടെങ്കിൽ ചോദിച്ചോളി, ഇൻഷാ അല്ലാഹ് അപ്പൊ തൗഫീഖ് കൂടി പറയുകയും ചെയ്യും. ഞങ്ങൾ കവലയെ പ്രസംഗിച്ചാലും സംവാദം പ്രസംഗിച്ചാലും മുഖാത്തം പ്രസംഗിച്ചാലും ഞങ്ങൾക്ക് ഒറ്റ പ്രസംഗ. നിങ്ങളെ മാതിരി കവലിയിൽ വേറെ, സംവാദത്തിൽ വേറെ, മുഖാമത്തിൽ വേറെ, സ്വന്തം മണികൾക്കിടയിൽ വേറൊന്ന്, അതൊന്നുമില്ല. അങ്ങനത്തെ പരിപാടി നമുക്കില്ല. ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഒന്നാണ് പറയുക. ഞങ്ങളത് വളരെ വ്യക്തമാണ്. ഞങ്ങളുടെ വ്യക്തം നിങ്ങൾക്കത് പറ്റൂല. നിങ്ങൾക്ക് ഇവിടെ എല്ലാ സ്ഥലത്തും പറയുന്നത് എന്താണ്? നബിദിനാഘോഷം ദൈവത്തെ കഥനേക്കാളും പുണ്യമാണ്. നിങ്ങൾ വാദം എഴുതിയപ്പോൾ അത് എഴുതിയോ? നിങ്ങൾ എഴുതൂല്ല. ഇത്രയും കാലം നബിദിനാഘോഷം സമ്പാദനത്തിൽ എവിടെങ്കിലും എഴുതിയിരിക്കണോ ഈ റബീഉൽ അവ്വൽ 12 ദൈവത്തെ പുണ്യമാണ്? അങ്ങനെ വാദം എഴുതിയിട്ട് നിങ്ങൾക്ക് സമ്പാദനം നടത്താൻ നിങ്ങളെ കൊണ്ട് കയ്യൂല. നമ്മൾ വെല്ലുവിളിക്കണമെന്നില്ല. കഴിയാത്ത പണി വിളിക്കാൻ പാടില്ലല്ലോ. ഏതായാലും തള്ളാൻ നേരത്തെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. തള്ളാനുള്ളതൊക്കെ ഞങ്ങൾ തള്ളിക്കോളാന്ന് പറയുന്നത്. തള്ളാനുള്ള കിതാബ് ഇവിടെ റെഡിയാണ്. എല്ലാ കിതാബുകളും നിങ്ങളെ പുസ്തകങ്ങളും തള്ളേണ്ടി വരും. സെൽസബിയിൽ തള്ളേണ്ടി വരും. പിന്നെ ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞോ? ആഘോഷിച്ചിട്ടുണ്ടോ ഇല്ലയോ ചോദ്യാവസരത്തിൽ പിന്നെ നിങ്ങളുടെ ചോദ്യാവസരത്തിൽ ചോദിക്കുക. അപ്പോൾ ഞങ്ങൾ തെളിയിച്ചു തരാം. നബിദിനാഘോഷത്തിൽ പുണ്യമില്ലാതെ ശിർക്കാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇതാ തള്ളാൻ 1ാമത്തെ പുസ്തകം റെഡി. 1ാമത്തെ പുസ്തകം ഇതാ നിങ്ങളുടെ സെൽസബീലിന്റെ പ്രസ്താവന എന്താണ്? മൗലിദ് കഴിക്കൽ ശിർക്കാണെന്നു പറയാൻ കാരണം അള്ളാഹു അല്ലാത്തവരുടെ പൊരുത്തം ആഗ്രഹിക്കുകയും എന്ന് പറഞ്ഞ് വിശദാംശങ്ങൾ പറയാൻ. ബാബു, മൗലിദ് കഴിക്കൽ ശിർക്കാണ് എന്ന സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾക്ക് തടസ്സമില്ല. മൗലിദ് കഴിക്കൽ ശിർക്കാണ്. ആ ഇസ്നാദിൽ നിങ്ങൾക്ക് കൈദില്ല. ഇസ്നാദ് നിങ്ങൾക്ക് ഇത്ലാഖ് തന്നെയാണ്. ഇസ്നാദിന് ശേഷമാണ് ഇല്ലത്ത് പറഞ്ഞത്. ഇല്ലത്ത് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നിങ്ങൾക്ക് ഇസ്നാദിൽ നിങ്ങൾ എവിടെയും കൈദ് പറഞ്ഞിട്ടില്ല. മൗലിദ് ശിർക്കാണ്. പിന്നെ കാരണം എന്താണ്? ആ കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് പിന്നീട് വിശദീകരിക്കുകയാണ് ചെയ്തത്.